ഭീഷ്മരും ദ്രോണരും ജയദ്രഥനും ഗാന്ധാര രാജാവും ശല്യരും കർണനും ഒക്കെയുള്ള 11 അക്ഷൗഹിണിപ്പടയോട് കൂടിയിരിക്കുന്ന ആ മഹാ സൈന്യത്തിനെ വെറും 7 അക്ഷൗഹിണിപ്പടയോടുകൂടി പാണ്ഡവർ യുദ്ധത്തിൽ തോൽപ്പിച്ചു. അർജുനനും യുധിഷ്ഠിരനും എല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്. എന്നിരുന്നാലും അവരെങ്ങനെയാണ് ആ യുദ്ധം ജയിച്ചത് എന്ന് ഇവിടെ പറയുകയാണ്. ഭീഷ്മരും ദ്രോണരുമാകുന്ന ഇരു തീരങ്ങളോട് കൂടിയതും ജയദ്രഥനാകുന്ന ജലമുള്ളതും ശകുനിയാകുന്ന കരിമ്പാറക്കെട്ടുകളുള്ളതും ശല്യരാകുന്ന മുതലയോട് കൂടിയതും കൃപരാകുന്ന ഒഴുക്കോട് കൂടിയതും കർണനാകുന്ന തിരകൾ കൊണ്ട് കരകളെ ഇടിച്ചുകൊണ്ടിരിക്കുന്നതും അശ്വത്ഥാമാവും വികർണനുമാകുന്ന ഭയങ്കര മത്സ്യങ്ങളുള്ളതും ദുര്യോധനാകുന്ന ചുഴിയോട് കൂടിയതുമായ യുദ്ധമാകുന്ന മഹാനദി. ആ യുദ്ധമാകുന്ന മഹാനദിയിൽ നിന്നും ശ്രീകൃഷ്ണനാകുന്ന അമരക്കാരന്റെ സഹായത്താൽ കൈവർത്തക കേശവ പാണ്ഡവന്മാർ ആ നദിയെ കടന്നു എന്ന് ഇവിടെ പറയുകയാണ്.